ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാം തിരുലിഖിതം. കർത്താവിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം വളരെ ഉന്നതമായ ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അത്ഭുതം, ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ ഒരു സ്പർശനം നാം പ്രതീക്ഷിക്കണം. അതിരമ്പുഴ കൺവെൻഷൻ നടക്കുമ്പോൾ മാന്നാനത്ത് നിന്നൊരു കുടുംബം അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പേര് ജോസഫ്, മാന്നാനം വീട്ടുപേര് തടത്തിൽ. മാർച്ച് 18-ാം തീയതി ഞാൻ അതിരമ്പുഴ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ ഒരു നേർച്ച നടത്തുമായിരുന്നു. 100 തേങ്ങ ഉണ്ടായിരുന്നു പൊട്ടിക്കാൻ. 67 തേങ്ങ പൊട്ടിച്ചപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ചീളടിച്ച് വലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഉടനെ മെഡിക്കലിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. തകർന്നു പോയി. അന്ന് പോയി കർത്താവിനെ വിളിക്കുവാണ്. ബുധനാഴ്ച ആരാധന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കർത്താവേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? ഞാൻ പറഞ്ഞുതരാം. ഈ അപ്പച്ചൻ ഇവിടെ ഒരു നേർച്ച നടത്താൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിരട്ടയുടെ ചീള് തെറിച്ച് കണ്ണിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയി അല്ലേ? കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. ഒരു ഭാഗം കൊണ്ട് കണ്ണങ്ങ് പോയി, ചിരട്ടയും കൊണ്ട് പോയി. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഓപ്പറേഷന് വിധേയനാക്കി. എന്നിട്ടും കാഴ്ച ശരിയായി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അതിരമ്പുഴ കൺവെൻഷൻ ഈ പള്ളി അങ്കണത്തിലേക്ക് വന്നു. ഈ കൺവെൻഷനിൽ ബുധനാഴ്ച 10,000 ചേർന്ന് യേശുവേ യേശുവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് കണ്ണിന് ദൈവം വന്ന് കാഴ്ചശക്തി തിരിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു. ഈ കഴിഞ്ഞ ബുധനാഴ്ച നമ്മളെല്ലാവരും പേക്കം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ ചേട്ടൻ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തൽക്ഷണം ചേട്ടൻ്റെ അടുത്തേക്ക് യേശു അങ്ങ് നടന്നു ചെന്നു. യേശു കണ്ണുകളിൽ തൊട്ട് കണ്ണുകൾക്ക് കാഴ്ചശക്തി പകർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിച്ച് നന്നായിട്ട് ഇടതോടും വലതോടും നന്നായിട്ട് നാടി കൈയടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇത് വലിയ ദൈവത്തിൻ്റെ ഇടപെടലുള്ള സമയമാണ്. വളരെ വലിയ ദൈവഭക്തിയോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വെറുപ്പ് വിദ്വേഷം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഉപേക്ഷിക്കുക. ഇപ്പോൾ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുദപിക്കുക. ദൈവം നിന്നെ സന്ദർശിക്കുന്ന ആ നിമിഷത്തിലേക്ക് ഇത് അടുത്തു കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പോൾ നാനാഭാഗത്തുനിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഓരോ മക്കളെയും കർത്താവേ അനുഗ്രഹിക്കണമേ. രോഗികളായ ദൈവമക്കളെ കർത്താവേ അനുഗ്രഹിക്കണമേ. ഈ ഒരു വചന ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുത്തതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കുന്നവരെ കർത്താവേ അനുഗ്രഹിക്കണമേ. അനേക തരത്തിൽ മനപ്രയാസവും സങ്കടവും ദുഃഖവും വേദനയും ആത്മഹത്യ ചെയ്യുന്ന മനം തകർന്നിരിക്കുന്നവരെ കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാൻ ഒട്ടും കഴിവില്ലാത്ത വിധം ഹൃദയത്തിൽ മന്ദത ബാധിച്ചവരെ കർത്താവേ
അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുമ്പോൾ ദുരാത്മ പീഡയുള്ള ദൈവമക്കളെ കർത്താവേ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളെയും കർത്താവേ അനുഗ്രഹിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ഭൂഖണ്ഡങ്ങളെയും അനുഗ്രഹിക്കാൻ, എല്ലാ രാജ്യങ്ങളെ അനുഗ്രഹിക്കാൻ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ, ഇതിൽ ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, കൃപ ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ, നന്മ നിറയ്ക്കണമേ, സൗഖ്യം നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ, സന്തോഷം നിറയ്ക്കണമേ, വചനം നിറയ്ക്കണമേ, ആത്മാവിനെ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, വിടുതൽ നൽകണമേ, ഉയർച്ച നൽകണമേ, ഉണർവ് നൽകണമേ, സമാധാനം നൽകണമേ, കുടുംബങ്ങളെ രക്ഷിക്കണമേ, യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് എങ്ങനെ ഈ സമാധാന തകർച്ച എന്നതിനെ കുറിച്ചാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ 57-ാം അധ്യായം 20-21 തിരുലിഖിതങ്ങൾ. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടല് പോലെയാണ്, അവർക്ക് ശാന്തമാകാനാവുകയില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് സമാധാനം ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിലെ പ്രശ്നമാണ് എല്ലാം വളർന്നു, സമാധാനമില്ല, എല്ലാം തവിട് പൊടിയായി. ഒരുപാട് അധ്വാനിച്ച്, ഒരുപാട് ഓടി നടന്ന്, എല്ലാം വളർത്തി 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 കൊണ്ടുവന്ന് ഫലമെടുക്കാറായപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി. ജോലി കിട്ടാറായപ്പോൾ രോഗം വന്നു. എല്ലാം റെഡിയായപ്പോൾ ഒന്നും അനുഭവിക്കാൻ പറ്റാതെയായി. എല്ലാം കൈവിട്ടു പോയ അനുഭവം. കാറ്റിനെ പിടിക്കാൻ വേണ്ടി ഓടിയ മാതിരി ജീവിതത്തിൽ തോന്നുക. ഒരുപാട് പേരുടെ വേദനയാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മുടെ സമ്പത്ത് അവിടെ ഉയർന്നു വന്നൊരു സമാധാനമായി മാറാത്തത്? എന്തുകൊണ്ടാണ് നാം പഠിച്ചിട്ട് ആ പഠിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതെല്ലാം കൂടി ഒരു അനുഗ്രഹമായി, ഒരു സമാധാനമായി ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നാം വളർത്തിയ സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ 45-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. ദൈവവചനം അവിടെ ഒരു ദൈവ പൈതലിനെ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഈ ദൈവ പൈതലിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ ചെങ്കോൽ എന്നും ഉയർത്തി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന് മങ്ങലേൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അധ്വാനം ഓരോ ദിവസവും കഴിയുന്നവരും അധ്വാനം ചെയ്യുന്നതെല്ലാം ഇതാ മഹത്വമായി, സമാധാനമായി മേൽക്കുമേൽ കൂടി 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 കുന്നുകൂടി വരികയാണ്. എന്താണ് കാരണം? അതാണ് 45-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവം, ആകയാൽ നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കാൻ തക്ക വിധം ദൈവം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ ചെങ്കോൽ എന്നും നിന്റെ കയ്യിലിരിക്കാൻ തക്ക വിധം ദൈവം അത് നിന്റെ കയ്യിൽ പിടിപ്പിച്ചു നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ കാരണം? ബൈബിളിൽ 45-ാം അധ്യായത്തിൽ സങ്കീർത്തന പുസ്തകം രേഖപ്പെടുത്തുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, നീ ദുഷ്ടതയെ വെറുക്കുകയും
നീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദുഷ്ടത അത് നമ്മുടെ അധ്വാനത്തിൻ്റെ മണ്ഡലങ്ങളെയും ഉയർച്ചയുടെ മണ്ഡലങ്ങളെയും മനസ്സിൻ്റെ സമാധാനത്തെയും ആത്മാവിൻ്റെ സ്വസ്ഥതയും നശിപ്പിക്കുന്ന വളരെ കഠിനമായ ഒരു പ്രശ്നമാണ്. ഇതാ നരകവിധി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ദൈവത്തിന് യേശു പഠിപ്പിക്കാൻ തക്കവിധം അത്രയും വലിയ കഠിനമായ ഒരു വിപത്താണ് ദുഷ്ടത എന്നുള്ളത്. എന്നാൽ നമ്മളോ ഇതിനെക്കുറിച്ച് ഗവനിക്കുന്നുമില്ല. നാം ഇതിനെക്കുറിച്ച് ഗവനിക്കാതെ ഇത് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷ്ടതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില ആളുകളെ ഓർക്കുന്നുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, ഒരു വലിയ ധനാഢ്യനെ അദ്ദേഹം പരാമർശിച്ച് എന്നിട്ട് പറയുകയാണ്, ഈ ധനാഢ്യൻ ഇത്രയും സമ്പത്ത് ഇങ്ങനെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയാവോ? സാത്താൻ പൂജ. അയാൾ സാത്താനെ പൂജിച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, അതെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടോത്രമൊക്കെ ചെയ്യുന്ന ആൾ, പൂജാരിമാരും കൂടോത്രങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ശരിയല്ല. എനിക്കും അദ്ദേഹത്തോടൊരു ഇഷ്ടക്കേട് തോന്നി. ഈ ഒരു ഇതെല്ലാം കേട്ട് നല്ല പേരുകെട്ടൊരു മനുഷ്യനാണ്, പക്ഷേ ഇങ്ങനെയെല്ലാം കേട്ട് എനിക്കും ഒരു ഇഷ്ടക്കേട് തോന്നി. ഞാൻ ഒരു നാൾ അദ്ദേഹത്തെ വ്യക്തിപരമായി സംസാരിച്ച് ഞാൻ ആ ധനാഢ്യനുമായി വ്യക്തിപരമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദശാംശം കൊടുത്തും ദേവാലയ കർമ്മങ്ങൾ അനുഷ്ഠിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും തൊഴിലാളികളെ സ്നേഹിച്ചും എല്ലാം നീതിയോടെ ചെയ്ത് ഒരുപാട് ദാനധർമ്മം ചെയ്ത് അങ്ങനെ വലിയ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ചെവിയിലേക്ക് ആ ഒരു മനുഷ്യൻ ഈ ദുഷ്ടത മനഃപൂർവ്വം പറഞ്ഞു പിടിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പിന്നീട് തിരിഞ്ഞു ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വെറുതെ ആ ധനാഢ്യനെ കുറിച്ച് ഇത്രമാത്രം ദുഷ്ടത എൻ്റെ ചെവിയിലേക്ക് പറഞ്ഞത്? എങ്ങനെ അയാൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ദുഷ്ടത പറയാൻ, ഇങ്ങനെ ദുഷി പറയാൻ സാധിച്ച്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ടത തന്നെ. ഞാൻ വേറൊരു വ്യക്തിയെ എന്നോട് സംസാരിച്ചപ്പോൾ പറയേണ്ടത് ഞാൻ കേട്ടു. ഒരു പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷോപല ഒരുപാട് പണം ആ ഇടവക ദേവാലയം അവിടെ വരുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണെ, കോടികൾ തട്ടിയിട്ടുണ്ട്, കോടികൾ വെട്ടിയിട്ടുണ്ട്. നോക്കുക, യാതൊരു തരത്തിലുള്ള മാനദണ്ഡമില്ല, മനസ്സാക്ഷിയില്ലാതെ ദുഷ്ടത അയാളുടെ വായിൽ നിന്ന് അങ്ങോട്ട്, ഈ ടാർ വീപ്പയിൽ നിന്ന് ടാർ അങ്ങോട്ട് പുറത്തേക്ക് ഒഴുകണത് പോലെ അയാളുടെ വായിൽ നിന്ന് ദുഷ്ടത വമിക്കുക. ഈ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പുറത്തു കഴിഞ്ഞാൽ അഗ്നിപർവ്വതത്തിൽ ലാവ ഒഴുകണത് പോലെ ഇയാളുടെ വായിൽ നിന്ന് ദുഷ്ടത വമിക്കുക. ഒരു നന്മ കണ്ടാൽ അത് നന്മയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു നന്മ കണ്ടാൽ അത് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതിനെ തിന്മയായി ചിത്രീകരിച്ച്, അതിനെ തിന്മയായി പ്രചരിപ്പിച്ച്, അതിനെക്കുറിച്ച് കിംവദന്തികൾ പറഞ്ഞു വരുത്തി അതിൽ സന്തോഷിക്കുന്ന വളരെ കഠിനമായ ചില ജീവിത രീതികൾ ചില മനുഷ്യർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അറിയാതെ നമ്മളും ആ ഒരു ജീവിതത്തിന് ഉടമയാണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന ഈ സമയം ആത്മശോധന ചെയ്യണം. ഇത് നരകത്തി കൊണ്ടുവരുന്ന പാപമാണ്. ഇത് നരകവിധിക്ക് എന്നെ നിങ്ങൾ അർഹരാക്കുന്ന പാപമാണ്. പ്രിയപ്പെട്ട സഹോദരൻ, കുടുംബത്തിൻ്റെ എല്ലാ ഉയർച്ചയും നശിപ്പിക്കുന്ന, കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കോടാലി വെക്കുന്ന പാപമാണ് ഈ ഒരു ദുഷ്ടത എന്നുള്ളത്. യേശുവിൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഹൃദയത്തിൻ്റെ ദുഷ്ടത നിമിത്തം യേശുവിനെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളെ കാണുന്നുണ്ട്. യേശുവിൻ്റെ മേൽ ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റിയ, യേശു ക്രിസ്തുവിനെ ദുഷിച്ചു പറഞ്ഞിരുന്ന ആളുകളെ ബൈബിളിൽ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൽ 10-ാം അധ്യായം അതിൽ 19-20 തിരുലിഖിതങ്ങൾ. ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, അവനെ എന്തിനും നാം കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു. നോക്ക്, യേശു നല്ല കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് കടന്നു പോകുന്ന യേശുവിനെയാണ് ബൈബിളിൽ കാണുന്നത്. പിതാവിൽ നിന്ന് കേൾക്കുകയും പിതാവിൽ കാണുകയും ചെയ്യുന്നത് പറയുകയും പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് ബൈബിളിൽ കാണുന്നത്. എന്നാൽ ആ യേശുവിനെ കണ്ടപ്പോൾ ഹൃദയം കൊണ്ട് അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവന് ഭ്രാന്താണ്, അവന് പിശാചുണ്ട്, ഇങ്ങനെ ദുഷിവാക്കുകൾ കൊണ്ട് യേശുവിനെ കുറിച്ച് കിംവദന്തി പരത്തുന്ന
പലരെയും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യം, യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകൾ എടുത്തു. അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് പലതവണ എറിഞ്ഞു കൊല്ലാൻ കല്ലുകൾ എടുത്തിട്ടുണ്ട്. എറിയുന്നതിനാ ദ്രോഹിക്കാൻ, അപമാനിക്കാൻ. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകൾ എടുത്തു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യം, ഇതാ വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. ഇതാ വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നന്മ ചെയ്ത് കടന്നുപോയി, യേശു സ്വർഗരാജ്യം പ്രഘോഷിച്ച് കടന്നുപോയി. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ആ യേശു ക്രിസ്തുവിനെ അടുത്തുണ്ടായിരുന്ന പല ആളുകളുടെയും സ്വഭാവം എന്തായിരുന്നു? യേശുവിനെ കൊല്ലണം, യേശുവിനെ ദ്രോഹിക്കണം, യേശുവിനെ അപമാനിക്കണം, അവനിൽ കുറ്റം കണ്ടുപിടിക്കണം, അവനിൽ കുറ്റം ആരോപിക്കണം. ഇതിനു വേണ്ടി തന്നെ കച്ചകെട്ട് ഇറങ്ങി യേശുവിൻ്റെ ചുറ്റും നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം തിരുലിഖിതം വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ ശ്രദ്ധിക്കുക, യേശു വളരെ പ്രകടമായി ദൈവരാജ്യം പ്രസംഗിച്ചു, വിശ്വസിക്കാൻ തക്കവിധം വലിയ അടയാളങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചു. പക്ഷേ അവർ അംഗീകരിച്ചില്ല, അവർ യേശുവിനെ അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ രസകരമായ മറ്റൊരു രംഗമുണ്ട്. യേശുവിനെ ബന്ധിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു, യേശുവിനെ കൊല്ലാൻ വേണ്ടി ആലോചിച്ചു. യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇതാ ഇവർ ഫരീസയന്മാരും കൂട്ടരും ഇതാ സേവകന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. സേവകന്മാർ യേശുവിൻ്റെ അടുത്ത്, പാവപ്പെട്ട മനുഷ്യർ, സാധാരണ മനുഷ്യർ യേശുവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അവർക്ക് യേശുവിൽ നല്ല മതിപ്പായി. അങ്ങനെ ഈ സേവകന്മാർ യേശുവിനെ പിടിച്ചു കെട്ടാതെ വെറും കൈയോടെ തിരിച്ചു വന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 45 മുതൽ 48 വരെ തിരുലിഖിതങ്ങൾ. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരീസയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരീസയരിലോ ആരെങ്കിലും അവനെ വിശ്വസിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് കുറ്റം ആരോപിക്കാൻ വേണ്ടി നടന്നത്? ആരാണ് അവനെ അവിശ്വസിച്ചത്? സാധാരണ ജനമല്ല. അധികാരികളിലും ഫരീസയരിലും ആരെങ്കിലും അവനെ വിശ്വസിച്ചിട്ടുണ്ടോ? അവർ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് യേശുവിൻ്റെ ചുറ്റും കൂടിയ ഫരീസയ പ്രമുഖന്മാരുടെ, പുരോഹിത പ്രമുഖന്മാരുടെ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ മനസ്സിൻ്റെ സ്ഥിതി. എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ യേശുവിനെ അംഗീകരിക്കാൻ പറ്റാതെ? യേശുവിനെ കുറിച്ച് കലുമിനി പറഞ്ഞു, യേശുവിനെ കുറിച്ച് ദുഷി പറഞ്ഞു, അപവാദം പറഞ്ഞു, യേശുവിനെ കൊല്ലണം എന്ന ആഗ്രഹത്തോടെ എന്തുകൊണ്ടാണ് അവർ നടന്നത്? അതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിൽ ഒരു പ്രബോധനം നമുക്ക് കാണാൻ സാധിക്കും. 8-ാം അധ്യായം 43-ാം തിരുലിഖിതം. യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ യേശു പറഞ്ഞ് സ്വീകരിക്കുന്നില്ല, അത് ഗ്രഹിക്കാൻ അവർ മെനക്കെടുന്നില്ല. പിന്നെയോ കുറ്റം ആരോപിക്കാനും കൊല്ലാനും അവർ മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് സംസാരിക്കുന്ന ഭാഗമാണ് 8-ാം അധ്യായം 43-ാം തിരുലിഖിതം. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ അവൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ പൈശാചിക പീഡ ഒരു വ്യക്തിയെ അലട്ടുമ്പോൾ നമുക്ക് ചുറ്റും നന്മ ചെയ്യുന്ന പലരെയും അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനും പറ്റാതെ അവരെക്കുറിച്ച് ദുഷി പറഞ്ഞ് അവരെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ മണിക്കൂറുകളും മിനിറ്റുകളും നാം നശിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു കെണിയാണത്, ഹൃദയത്തിലെ പൈശാചിക പീഡ. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. കാരണം നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാരണമായി യേശു ബൈബിളിൽ അവരോട് തന്നെ നേരിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. യേശു ഫരീസയരോടും പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും
കൺഫ്രണ്ട് ചെയ്യുന്ന, അവരെ നേരിടുന്ന ഒരു രംഗത്ത് യേശു നിരവധി കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ട് 39 വാക്യം വരുമ്പോൾ യേശു അവരെ കുറിച്ച് പറയുകയാണ്, ഫരീസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫരീസയ നിങ്ങൾ കോപ്പകളുടെയും പിഞ്ഞാണുകളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, എന്നാൽ നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ളവരെ നന്മയെ അംഗീകരിക്കാതെ അവരെ ഇകഴ്ത്തി സംസാരിക്കുക, അവരെക്കുറിച്ച് ദുഷിവാക്കുകൾ പറയുക, അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുക, അവരെ നശിപ്പിക്കുക, അവരെ സംശയിക്കുക, അവരെ വിശ്വസിക്കാതിരിക്കുക. എന്ത് ചെയ്താലും ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ വിധത്തിൽ നമ്മുടെ സ്വഭാവം മാറിപ്പോവുകയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥത കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ കുരുട്ടുബുദ്ധി നമ്മൾ പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറയാണ്, ഫരീസയരായ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധമാക്കാൻ ഉത്സാഹിക്കുന്നില്ല, അത് ആർത്തിയും കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. മാത്രമല്ല യേശു തുടർന്ന് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 23 അധ്യായത്തിൽ 33 വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? നിങ്ങൾക്ക് വേണ്ടി നരകവിധി കാത്തിരിക്കുന്നുവെന്ന് യേശു അവിടെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് 35 വാക്യത്തിൽ വീണ്ടും യേശു പഠിപ്പിക്കുകയാണ്, അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിന് ബലിപീഠത്തിന് മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയുടെ പുത്രനായ സക്കറിയയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ നിപതിക്കും, നിങ്ങളുടെ തലയിൽ തന്നെ അത് പതിക്കും എന്ന് യേശു തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഈ ഫരിസേയ പ്രമുഖന്മാരോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മൾ നന്നായിട്ട് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഹൃദയം ഇതുപോലെ ദുഷ്ടത നിറഞ്ഞ് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണോ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മ ഇത്രയും ആത്മാർത്ഥത അധ്വാനിച്ചിട്ട് ആ അമ്മയുടെ നന്മ അംഗീകരിക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തിൽ ദുഷ്ടത നിറഞ്ഞോ? നമ്മുടെ അപ്പൻ ഈ കണ്ട വിധത്തിലൊക്കെ അധ്വാനിച്ചിട്ട് ഒരുപക്ഷെ ആത്മാർത്ഥമായി അധ്വാനിച്ചപ്പോൾ കുറച്ച് പാളിച്ചകളും പരാജയങ്ങളും വന്നിട്ടുണ്ടാകാം. എന്നാൽ എപ്പോഴും വാ നിറയെ കുറ്റവാക്കുകൾ പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് അപ്പനെ കുറ്റപ്പെടുത്തുന്ന ആ പ്രകൃതമാണോ? അതോ അപ്പനിലൂടെ ദൈവം ചൊരിഞ്ഞ നന്മ കണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന ആ ഒരു രീതിയാണോ നമുക്കുള്ളത്? ചിന്തിക്കണം. നമ്മുടെ ഇടവക വികാരിയച്ഛൻ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അധ്യാപകർ, നമ്മുടെ സ്കൂള്, ഏതെങ്കിലും സ്കൂള് കാണുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ നന്മയെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയുണ്ടെങ്കിൽ ഒരാളുടെ നന്മയെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യെശയ്യാ പ്രവചനത്തിൽ 57 അധ്യായത്തിൽ 20-21 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു, ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അവർക്ക് ശാന്തമാകാനാവുകയില്ല, ചെളിയും മാലിന്യങ്ങളും അവർ അടിച്ചു കയറ്റുന്നു, ദുഷ്ടർക്ക് സമാധാനം ലഭിക്കുകയില്ല. നാം ഈ വിധം ജീവിച്ചാൽ നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാറ്റുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മുടെ സിംഹാസനങ്ങൾ തകിടം മറിഞ്ഞു വീഴും. ഈ ഭൂമിയിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുകയില്ല. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത വിധം നശിച്ചുപോയ ജീവിതങ്ങളായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുമെന്ന് തന്നെയാണ് തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുന്നത്. 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രയവിക്രയങ്ങൾക്കിടയിലൂടെ സാവകാശം ജീവിതത്തിലേക്ക് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടതയെ തിരിച്ചറിയാൻ, ദുഷ്ടതയുടെ എല്ലാ ലാഞ്ചനങ്ങളും തിരിച്ചറിയാൻ, ദൈവമേ ഹൃദയത്തെ കഴുകി ശുദ്ധമാക്കാൻ, നിഷ്കളങ്കമായൊരു ഹൃദയം, നീതിയെ സ്നേഹിക്കുന്നൊരു ഹൃദയം അത് ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഓ ദൈവമേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മകനും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയത്തിന്റെ ദുഷ്ടതയെ കഴുകിക്കളയാൻ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാൻ, സഹോദരങ്ങളുടെ നന്മ കാണാൻ, അത് പറയാൻ, അത് അംഗീകരിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ ഓ നീതിയെ സ്നേഹിക്കുന്ന ഹൃദയം നൽകണമേ. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ, 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 അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ വാവാ എൻ്റെ ഈശോയേ എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രാജാതിരാജാവായ യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കാം. രോഗികൾ രോഗാവസ്ഥയെ യേശുവിനോട് ഏറ്റുപറയുക. കടബാധ്യതയും വലിയ പ്രയാസങ്ങളുള്ളവർ അവരവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ ഏറ്റുപറയുക. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി വലിയ സ്നേഹത്തോടെ വലിയ വിശ്വാസത്തോടെ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. കുടുംബങ്ങളെ സ്പർശിക്കണമേ, ജീവിതങ്ങളെ സ്പർശിക്കണമേ, അന്ധകാരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, പൈശാചി പീഡകളിൽ നിന്ന് മോചിപ്പിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ 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 എൻ്റെ ഈശോയേ എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകണമെന്നാളും മുഴുമനമോടെ അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകണമെന്നാളും മുഴുമനമോടെ അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം അതിനായി നന്ദി പറഞ്ഞു സ്തുതി